ഒരു പൊട്ടുകേട്ട് തീ വന്നത് കണ്ടോടി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മുതുതല കോഴിക്കോട്ടിരി സ്വദേശി സുരേഷിന് ഇത് മൂന്നാം ജന്മം. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് സുരേഷും മകൻ സുജിത്തും രക്ഷപ്പെട്ടത്. ഫയർഫോഴ്സ് എവിടെ ഫയർഫോഴ്സിന് പണിയിലുണ്ടാ തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ട പട്ടാമ്പി മുതുതല കോഴിക്കോട്ടിരി സ്വദേശി സുരേഷിന് ഇത് മൂന്നാം ജന്മമാണ്. മുൻപ് 2 തവണ വെടിക്കെട്ട് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്കാണ് സുരേഷും മകൻ 22-കാരൻ സുജിത്തും രക്ഷപ്പെട്ടത്. അപകടം നടക്കുന്ന സമയം 2ാമത്തെയും 3ാമത്തെയും വെടിക്കെട്ട് നിർമ്മാണപുരയിലായിരുന്നു ഇരുവരും. ഒരു പൊട്ടൽ കേട്ടു. തീ വരുന്നത് കണ്ട് പാടത്തുകൂടെ ഓടി. പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയില്ലെന്നും സുരേഷ് പറഞ്ഞു. അത് ഷെഡിന്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഒരു പൊട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങള് ഏറ്റവും ലാസ്റ്റുള്ളവരൊക്കെ ഞങ്ങള് പാടത്തു കൂടെ ഓടി കഴിച്ചതായി. പിന്നെ ആ പൊട്ട് നേരെ ഇങ്ങനെ വന്ന് ആ പറമ്പ് മുഴുവൻ കത്തി പൊട്ടിക്കൊണ്ടേ കത്തി. അതാണ് ഉണ്ടായത്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഞാനതിന് വേണ്ട ഒരു വാണെന്ന് പറയുന്ന സാധനം നേരക്ക് കത്തി പോകാനുള്ള ഒരു സാധനം അതാണ് ചെയ്തായിരുന്നു. എൻ്റെ ഒപ്പം 3 പേരുണ്ടായിരുന്നു. അതിലൊരാള് പിന്നാലെ പോന്നു. പെട്ടെന്നൊന്ന് അവിടെ നിന്നു. അതിൽ തീ വന്നു. ഇവർക്ക് നല്ല പരിക്ക്. ഞാനൊരു 10-25 കൊല്ലമായിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ കാലം നിർത്തും പിന്നെ പിന്നെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു 2-3 അപകടമൊക്കെ. ഇത് 3ാമത്തെ ഒരു അപകടത്തിലാണ് ഇപ്പോൾ ഇത് ഉണ്ടായത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 2-3 ആളുണ്ടായിരുന്നു. എൻ്റെ ഒപ്പം അവരുടെ ഷെഡിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അല്ല, കാലങ്ങളായിട്ടില്ല. അവരെടുത്ത് ഇടയ്ക്കൊക്കെ പോകും. ഇപ്രാവശ്യം തുടക്കം മുതൽ അവരൊപ്പം ഈ സീസൺ തുടങ്ങിയ വഴിക്ക് തന്നെ ഞാനുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നു. രവി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ പണിയെടുത്തായിരുന്നാണ്. പക്ഷെ ഇന്നലെ അവൻ അപ്പുറത്തെ പണിയെടുത്തായിരുന്നു. 25 വർഷമായി വെടിക്കെട്ട് മേഖലയിൽ സുരേഷ് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത കാലത്താണ് മകൻ സുജിത്ത് ഈ മേഖലയിലേക്ക് വന്നത്. മുണ്ടത്തിക്കോട് സതീഷിന്റെ ഒപ്പം 6 മാസമായി ഉണ്ട്. പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയെങ്കിലും സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് സുരേഷും കുടുംബവും. UTV ന്യൂസ്, പാലക്കാട്.